വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വേഗത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 55-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 55-ാമത്തെ വാക്യം. അവൾ ഉടനെ എഴുന്നേറ്റ് അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ കൽപ്പിച്ചു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. അവൾ ഉടനെ എഴുന്നേറ്റ് അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ കൽപ്പിച്ചു. ആത്മാവ് മടങ്ങി വന്നു. അവൾ ഉടനെ എഴുന്നേറ്റു അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ കൽപ്പിച്ചു. Luke chapter 8 verse 55, and her spirit came again and she rose straight away and he commanded to give her meat. നമുക്ക് ഇതിന്റെ പശ്ചാത്തലം വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു വിഷയമാണ്. We know the context of this verse. പള്ളി പ്രമാണിയായ യായിറോസിന്റെ ഭവനമാണ് ഈ സന്ദർഭം. This is the home of Jairus. ഏതൊരു പിതാവും മാതാവും ഭാരപ്പെടുന്നത് പോലെ തന്നെ ഒരു മകളുടെ മരണം ആ ഭവനത്തിനകത്ത് സംഭവിച്ചു. അതിൻ്റെ വേദനയിൽ അതിൻ്റെ ഭാരത്തിൽ ഇരിക്കുന്ന ഒരു ഭവന അന്തരീക്ഷം. Just like any other father or mother, a death happened in their family and their daughter passed away and they are grieving. യേശുവിൻ്റെ അടുക്കൽ ഈ വിഷയം മരണത്തിന് മുൻപേ എത്തിയതാണ്. This matter came to Jesus much before this daughter passed away. യായിറോസ് പറയുന്നുണ്ട്, എൻ്റെ മകൾ മരിപ്പാറായിരിക്കുന്നു, എൻ്റെ ഭവനത്തിലോട്ടൊന്ന് വരണം. Jairus is mentioning to Jesus that my daughter is about to die, please come to my home. അങ്ങനെ യേശു യായിറോസിന്റെ ഭവനത്തിലോട്ട് പോകാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. And then Jesus started the journey towards the house of Jairus. പെട്ടെന്ന് ഒരു വാർത്ത വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട. And then all of a sudden the news came from the house of Jairus that the daughter has already passed away, please do not bother the master. ഉടനെ യേശുവിന്റെ മറുപടി, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. Then Jesus replied, fear not, just believe, she will be made whole or she will resurrect. അപ്പോൾ യേശു ആ പദ്ധതി ഉപേക്ഷിച്ചില്ല, യേശു മടങ്ങിപ്പോയില്ല. യേശു പറയുകയാണ്, വിശ്വസിക്കുക, ഭയപ്പെടാതെ, അതിനകത്ത് ഒരു വിടുതലുണ്ട്. Jesus did not drop the plan. He did not leave Jairus just like that, but instead what he says is that have faith, believe. There is a purpose in that as well. നമ്മളെ കഴിഞ്ഞെന്ന് പറഞ്ഞാലും മതിയെന്ന് പറഞ്ഞാലും ചിലതൊക്കെ കർത്താവിന് വീണ്ടും ചെയ്യാനുണ്ട്. Even when we say that this is over and nothing more is going to happen, but still God can do many things in that circumstances. മതി കഴിഞ്ഞു മരിച്ചെന്ന് പറഞ്ഞിട്ടും യേശുവിന്റെ നിർബന്ധത്താൽ ആ വീട്ടിലോട്ട് ചെന്ന് കയറുകയാണ്. When they were told that the daughter passed away, everything is over, there is no hope anymore, but still Jesus is walking into that house. ആ അന്തരീക്ഷം ഒന്ന് ശ്രദ്ധിച്ച്, കരച്ചിലും വിലാപങ്ങളും സങ്കടങ്ങളും ദുഃഖം നിറഞ്ഞ ഒരു ഭവനത്തിന്റെ അകത്തോട്ട് യേശു കയറി ചെല്ലുകയാണ്. Imagine that situation. Jesus is entering into a house where people are grieving, they're mourning the death of this beloved daughter, and Jesus is entering into this context of deep weeping and mourning. യേശു അതെല്ലാം കണ്ടിട്ട് അവരോട് പറയുകയാണ്, കരയണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുന്നതത്രേ എന്നവൻ പറഞ്ഞു. And when Jesus is seeing this weeping, this context, he is entering into this house and tells them, do not cry, she is not dead, she is just asleep. Praise the Lord. മതി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ കാണാത്ത, നമുക്കറിയാത്ത ആ വിഷയത്തിന് അടുത്ത അളവ് സ്വർഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. When we look at many things in our life and say that this is over, this is the end, when we think like that, God looks at it in another level and Jesus will enter into the circumstances. കരയണ്ട, മരിച്ചില്ല.
do not weep, she is not dead. ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. Our wisdom cannot comprehend this. കണ്ണുകൊണ്ട് കണ്ടതാണ്. ഒരു ശരീരത്തിന് ആത്മാവ് പോകുമ്പോൾ അറിയാൻ പറ്റും, ഒരു ശവശരീരം കാണുമ്പോൾ അറിയാൻ പറ്റും. കണ്ടതാണ്, തൊട്ടതാണ്, അനുഭവിച്ചതാണ്. അവരുടെ മുൻപിൽ ആ ശവശരീരം കിടക്കുമ്പോൾ യേശു പറയുകയാണ്, ഈ കേസ്, ഈ വിഷയത്തിനകത്ത് കരയണ്ട. നിങ്ങൾ മരിച്ചെന്ന് പറഞ്ഞാലും ഇല്ല, ഉറങ്ങുന്ന വിഷയത്തിനാണ് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. When the spirit leaves the body, it is quite evident that when the body is dead without a pulse, every one of them have witnessed it. Every one of them have seen this dead body lying before them. And looking at this situation, Jesus is saying that no, she is not dead. The thing that you think is dead is not. She is not dead, she is just sleeping. ചിലതൊക്കെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു, കഴിഞ്ഞു, അവസാനിച്ചു എന്ന് പറഞ്ഞ് എവിടെയൊക്കെയോ വേദനിച്ചു ഭാരപ്പെട്ടു ഇരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു, ഇല്ല, മരിച്ച വിഷയമെന്ന് പറഞ്ഞ് നീ കരയുന്നത് അത് ഉറങ്ങുകയാണ്. അത് ചലിക്കുന്ന, എഴുന്നേൽക്കുന്ന, പിന്നെ ചില വിടുതലുകളും നന്മയും കാണുന്ന ഒരു ദിനമുണ്ട്, ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ദൈവസഭ മറക്കരുത്. You should remember that when you look at your problems, when you look at certain situations in your life and you think that this is over, this is dead, there is no hope anymore, and you're weeping over it, you're mourning about that loss that you think cannot be recovered at any cost. But Jesus is looking at those problems in your life and declares that this is not dead, this is just sleeping. There is a resurrection from this. This is going to arise and there is life going to come into this. And there are many things God wants to do with these circumstances. Certain things in your life has not come to an end. It is just sleeping. It will rise. It will wake up. Where you said that it is over, from that very position, from that very moment onwards, God is going to begin. കർത്താവ് ഏറ്റെടുത്ത ഒരു വിഷയവും വെറുതെ വിട്ടിട്ടില്ല. കർത്താവിന്റെ കരുത്തിൽ കൊടുത്ത ഒരു വിഷയവും അങ്ങനെ അവസാനിച്ചിട്ടില്ല. ചില വിഷയം കരയുന്നത് മരിച്ചെന്ന് പറഞ്ഞ് കരയുമ്പോൾ പരിശുദ്ധ ഇല്ല ഇല്ല ഇല്ല, ഉറങ്ങുന്ന ചില വിഷയമാണ്. ദൈവ കരത്തിലെടുക്കും, ദൈവം എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങൾ ദൈവത്തിന്റെ പൈതലത്തിന്റെ മുൻപിലുണ്ടെന്ന് ചിലരുടെ ആത്മാവ് പകൽക്കാലം ഇടപെടുകയാണ്. Holy Spirit is encouraging you. Holy Spirit is speaking to you very clearly today. Any matter that Jesus has taken up, no matter that He has taken up, no matter that God has taken up in our life, He has not left it in between. He will not leave you. He will not leave that matter. Even if you feel that this is dead, there is no hope, this is over. But the one who took up this matter is powerful enough to resurrect it, to bring it back to life. യേശു രണ്ട് കാര്യം ചെയ്തു. Jesus did two things here. അവളുടെ കൈക്ക് പിടിച്ചു. He held her hand. ബാലേ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. And then he told, girl, wake up. അവിടെ പറഞ്ഞിരിക്കുന്നത് അവളോട് ഉറക്കെ പറഞ്ഞു. It is mentioned that he told this to her loudly. Praise the Lord. രണ്ട് കാര്യം, ഒന്ന് കൈക്ക് പിടിച്ചു. The first thing, he held her hand. രണ്ട് ഉറക്കെ വിളിച്ചു. And secondly, he told this to her loudly. അടുത്ത കുറിവാക്യം നമ്മൾ വായിച്ചത്, സ്തോത്രം, അവളുടെ ആത്മാവ് മടങ്ങി വന്നു. And what we read the verse, Luke 8:55, it says her spirit came back to her. നഷ്ടപ്പെട്ടതായി തോന്നിയതിനെ മടക്കി വരുത്താൻ, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിലെ നീ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധി പകൽക്കാലമായിരിക്കണം. The one that you think is lost, the one that you thought that is dead in your life, there is a powerful presence of God with you, the presence of Jesus who is powerful enough to bring it back to life, to resurrect that in your life. You should stay with the word of God today. I'm sharing these messages in spirit. You have to take this in, you have to accept these verses with faith.
faith in Holy Spirit. കാരണം ഇത് ജീവന്റെ വചനമാണ്. This is the word of life. ഇത് സഞ്ചരിക്കുന്ന വചനമാണ്. This is the word that travels. അയ്യോ വചനം ഇത് അതിവേഗം ഓടുന്ന വചനമാണ്. This is the word that goes across in a fast pace നമ്മൾ to ഇവിടെ you. വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് സ്തോത്രം പറയുമ്പോൾ തന്നെ ചിലതിനെ കർത്താവ് പിടിക്കും, ചിലതിനോട് കർത്താവ് സംസാരിക്കും. എഴുന്നേൽക്കേണ്ട വിഷയം, ഉണരേണ്ട വിഷയം, നിന്റെ കണ്ണുകൊണ്ട് കാണേണ്ട വിഷയം, നീ അനുഭവിക്കേണ്ട വിഷയം, എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടതിന് മടക്കി വരുത്താൻ ചിലതിനെ കർത്താവ് പിടിക്കും, ചിലതിനോട് കർത്താവ് കൽപ്പിപ്പാടയായി തീരും. While we are meditating this word of God, while we are listening to this word of God, at this very moment, God is going to hold the hands of some of you. God is going to hold some of the problems that you are worried about. God is going to resurrect those which you thought are dead or end. It is no more. That is what God is going to resurrect in your life. കർത്താവ് കരത്തിലെടുക്കേണ്ട വിഷയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. Today, hand over those things that God should take over the control of all those problems. മാറ്റമില്ലാത്ത വിടുതലില്ലാത്ത ചില വിഷയങ്ങളിൽ നിന്ന് ഈ വചനം വെളിപ്പെടുമ്പോൾ കർത്താവ് ഇതിനെ കർത്താവ് പിടിക്കണമേ, ഈ വിഷയത്തെ കർത്താവ് ഏറ്റെടുക്കണമേ. എനിക്കിനി ഇത് ഹോൾഡ് ചെയ്യാൻ കഴിയത്തില്ല, എനിക്കിത് താങ്ങുവാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് പകരക്കാലം ആ ബാലയുടെ കൈക്ക് പിടിച്ചതുപോലെ ഈ വിഷയത്തെ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് കൽപ്പിക്കട്ടെ, കർത്താവ് സംസാരിക്കട്ടെ. നിന്റെ ചലനമില്ലാത്ത വിഷയത്തെ നോക്കി ഇന്ന് വേളക്കാലം ആത്മാവിൽ കൽപ്പിക്കട്ടെ. Today, look at the problems in your life that are dead, that are not resolvable. There is no solution for this. That has no hope. Look at that problem and tell that I cannot hold it anymore, Father. I cannot hold it anymore. Please take hold of this problem. Please take hold of this problem. Just like how you held the hand of this girl. Please take hold of this problem and deliver me. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. Her spirit came back to her. ഇവിടെ എങ്ങും ആരുടെ കരത്തിൽ ഇതില്ലായിരുന്നു. No one had this in their control. ആത്മാവ് തന്നവന്റെ അടുക്കലോട്ട് മടങ്ങി പോകും. The spirit returned to the one from where it came. അവിടുന്ന് തിരിച്ചു വിളിക്കാൻ കർത്താവിന് അധികാരമുണ്ടെങ്കിൽ, if Jesus has the authority to call that spirit back from where it returned to, മനുഷ്യന്റെ കരത്തിലുള്ള പിശാച് തടഞ്ഞിരിക്കുന്ന ദേശത്തിന് ശക്തികൾ തടയുന്ന വിഷയത്തെ നിനക്ക് മടക്കി തരാൻ അവന്റെ ശക്തി, അവന്റെ വചനത്തിന് അധികാരമില്ലേ? If he can call that spirit back from the presence of God, then how much more he is powerful to call back the problems that are held in the hand of men, that are blocked by people. How much more powerful Jesus is to bring it back in your life. കർത്താവ് പിടിക്കേണ്ട, കർത്താവ് സംസാരിക്കേണ്ട നിങ്ങളുടെ വിഷയത്തെ ഒന്ന് പ്രാർത്ഥിച്ചു പോകാം. എല്ലാവരും ഇരുപ്പിൽ കർത്താവ് ഏത് വിഷയത്തോടാണ് ദൈവം എഴുന്നേൽക്കേണ്ട വിഷയം, ആ എഴുന്നേൽക്കേണ്ട വിഷയം, അവൻ ചലിക്കേണ്ട വിഷയം, ഉണരേണ്ട വിഷയത്തെ ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് കൽപ്പിക്കട്ടെ. തന്റെ വചനം ചെയ്ത് പകല് ആത്മാവ് അയക്കട്ടെ. ഭൂമി വിട്ട് അവൻ മറഞ്ഞുപോയ ആത്മാവിനെ മടക്കി വരുത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ അവൻ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്ന നിന്റെ ആ നന്മയെ, നിന്റെ ആ വിഷയത്തെ, നിന്റെ ആരോഗ്യത്തെ മടക്കി വരുത്താൻ യേശുവിന്റെ നാമത്തിൽ ചിലത് റീസ്റ്റോർ ചെയ്യട്ടെ, ചിലത് മടങ്ങി വരട്ടെ, ചിലത് കർത്താവ് മടക്കി തരട്ടെ. കരയണ്ട, മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. കർത്താവ് പിടിക്കട്ടെ. നിന്റെ ആ ഭാരമുള്ള വിഷയത്തെ കർത്താവിന്റെ കരം ഏറ്റെടുക്കട്ടെ. നിനക്ക് വേണ്ടി സ്വർഗ്ഗം സംസാരിക്കട്ടെ, നിനക്ക് വേണ്ടി കൽപ്പിക്കട്ടെ. വടക്കിനോട് തരിക, തെക്കിനോട് തടുത്തു വെക്കരുത്. Today, look at
at your problems. Glory be to Look at the God. problems that are not resolvable. Look at the problems that you think that is over, that is end. That is done. You tell that problem, you tell God, please take hold of those problems. Command to those problems in the name of Jesus. In the name of Jesus, let God take complete control of that problem. And that which you thought is dead, that which you thought has no more movement, let there be a new movement in that problem. That which is held by the hands of men, let it be released in the name of Jesus. Let there be life brought back to it in the name of Jesus. Look at it and declare it in the name of Jesus. Hallelujah. ഈ ഓരോ ദൂതും വചനവും പ്രകാശിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവത്തിന് അതുപോലെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതുപോലെ തരാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ആ വിശ്വാസത്തോടെ ഇരിക്കുകയാണ്. ഇത് എന്നോടാണ്, ഈ പറയുന്ന പോലെ എൻ്റെ ജീവിതം സംഭവിക്കും. അവൻ പരിശുദ്ധ ആലയത്തിനകത്തുണ്ട്, അവൻ ദൈവത്തിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. ഈ വെളിപ്പാടിനകത്ത് ഇരിക്കാമെങ്കിൽ നമ്മൾ ഇതിനെ ധ്യാനിക്കുമ്പോൾ തന്നെ അവൻ ചിലത് മടങ്ങി വരുന്നത് നിന്റെ അന്തരാത്മ വെളിപ്പെടയായി തീരും. നഷ്ടപ്പെട്ട സന്തോഷം, നഷ്ടപ്പെട്ട സമാധാനം, നഷ്ടപ്പെട്ട വിശ്വാസം, നഷ്ടപ്പെട്ട പ്രത്യാശ യേശുവിന്റെ നാമത്തിൽ അവൻ ഇന്ന് പകൽക്കാലം മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. നിന്റെ കയ്യിൽ നിന്ന് അകന്നുപോയത്, നിന്റെ കുടുംബത്തിൽ അകന്നുപോയത്, നിന്റെ പ്രാപ്തിക്കകത്തു അകന്നുപോയത്, ഓ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം മടങ്ങി വരട്ടെ. അകന്നുപോയതിന് മടക്കി തരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ആലയത്തിലകത്ത് വ്യാപരിക്കുന്നുണ്ട്. അവൻ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്, നിന്റെ ഭവനത്തിൽ നഷ്ടപ്പെട്ടത്, നിന്റെ കുടുംബ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്, അവൻ അകന്നുപോയ ചിലതിനെ ദൈവത്തിന്റെ ആത്മാ മടക്കി വരുത്തുക. There is a presence of God hovering around this place. There is a presence of God at work right now to restore what that is lost in your life, to restore and give it back to you what you have lost from your family, the relationship within the family, to restore it. There is a presence of God that is right now working among us. Listen carefully. When the word of God is delivered, when the word of God is revealed, while you listen to the word of God, at the very same moment the word is at work. The Holy Spirit is work, restoring relationship, restoring things in your life. Hallelujah. Restoring what? The peace that you have lost, restoring the peace, the calmness, the gentleness that you have lost, restoring everything that you thought will never be restored in your life. This presence of God is right now. If with faith, by faith, if you receive this word of God and declare it, you will experience this deliverance today. അവൻ ചില വിഷയങ്ങളെയല്ല ചിലരെ കർത്താവ് ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ. It is not some problems that he is going to hold. He is going to hold some of you. ചിലരെ പരിശുദ്ധ ഇന്ന് പകൽക്കാലം അങ്ങനെ ആത്മാവ് വെളിപ്പാട് കാണിക്കുകയാണ്. ചിലരെ കർത്താവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആമീൻ. നീ എഴുന്നേൽക്കേണ്ട സമയമായി, നീ അതിൽ വെളിപ്പെട്ട് വരേണ്ട സമയമായി, നീ വാ തുറക്കേണ്ട സമയമായി, നീ മുൻപോട്ട് പോകേണ്ട സമയമായി. നീ അങ്ങനെ കിടക്കാനല്ല, ആ വിഷയം പറഞ്ഞ്, ആ പ്രശ്നം പറഞ്ഞ്, ആ പ്രതിസന്ധി പറഞ്ഞ് അങ്ങനെ കിടക്കാനല്ല, നിന്നെ മടക്കി എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് പകൽക്കാലം ആലയത്തിൽ വ്യാപരിക്കുന്നുണ്ട്. Holy Spirit is revealing, that Holy Spirit is holding some of you so close that Holy Spirit wants you to rise up. It is time for you to rise up. It is not that you should sit idle. It is not that you should be dead. You should rise up. The time has come that Holy Spirit is calling you. You should be fruitful for the kingdom of God. Hallelujah.
ആ സ്പർശനം ഇന്ന് ചിലർ അനുഭവിക്കണം. അവൻ ദൈവത്തിനെ തൊടുന്നത് ആത്മാവിൽ അനുഭവിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ ചിലത് നിനക്ക് വേണ്ടി മടക്കി തരികയാണ്. ഇന്നത്തെ ഈ പകല് ദൈവത്തിന്റെ ആത്മാവ് അവൻ കൽപ്പിച്ച് ചിലത് മടക്കി തരുവോ. ആരാധന മടങ്ങി വരട്ടെ, ആ ശുശ്രൂഷ മടങ്ങി വരട്ടെ, ആ അഭിഷേകം മടങ്ങി വരട്ടെ, ആ ദൈവശക്തി മടങ്ങി വരട്ടെ. ആ പ്രാർത്ഥനയുടെ വീര്യം എവിടെയോ നഷ്ടപ്പെട്ടത് യേശുവിന്റെ നാമത്തിൽ. This is a spiritual ministry that is happening right now. Holy Spirit is working. It is not men that is at work. Holy Spirit is working among us. Holy Spirit is restoring certain things. Holy Spirit is bringing back certain things in your life. The ministry that you thought is lost, the anointing that you thought is lost, Holy Spirit is returning. Holy Spirit is returning the ministry. Holy Spirit is returning the anointing. Receive it. If you do not receive it, it will be too late for you to receive it. Receive it today. Declare it. Claim it in your life. Claim it in your life. Hallelujah. അത് മണ്ണിന്റെ അടിയിൽ പോകുന്നതിന് മുൻപ്, അടുത്ത ഘട്ടത്തിലോട്ട് അകലുന്നതിന് മുൻപ് ദൈവം പിടിക്കുകയാണ്. ദൈവം പിടിക്കുകയാണ്. ദൈവം പിടിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്നിൽ നിന്ന് എന്നേക്കുമായി അകലുന്നതിന് മുൻപ് ദൈവത്തിന്റെ കൈ. ഓ യെസ്. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൂതപിശാച് കൈവെക്കുന്നതിന് മുൻപ്, അന്ധകാരങ്ങൾ കൈവെക്കുന്നതിന് മുൻപ്, മാനുഷിക ശക്തികൾ കൈവെക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കൈ, ദൈവത്തിന്റെ ശക്തി നിന്റെ വിഷയത്തിനത് യേശുവിന്റെ നാമത്തിൽ കർത്താവ് തൊടുകയോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യത്താൽ ജനം നിറയട്ടെ. അവർ മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. നമ്മുടെ കയ്യിൽ നിന്ന് അകന്നു പോയതൊന്നും യേശുവിന്റെ കരത്തിന്റെ അപ്പുറത്തല്ല. My dear, anything that has gone far away from our hands, it is not too far from God's hands. വിശ്വസിക്കാമോ? How many of you believe this? ദൈവത്തിന്റെ കരത്തിന്റെ അപ്പുറത്തല്ല ഈ പോയതൊന്നും. It is not beyond the reach of the hands of God. ജീസസ്, Hallelujah. ജീസസ്. Hallelujah. അവന്റെ കരത്തിനകത്ത്, അവന്റെ കൈയെത്തുന്ന ദൂരത്താണ് നമ്മക്കകന്നത്. അവൻ എവിടെയൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഉന്നതന്റെ കരത്തിനകത്താണ്. അവൻ പിടിക്കും. അവൻ ഇനിയും ശത്രു പിടിക്കാതെ അവൻ എന്നേക്കുമായി അത് അകലുന്നതിന് മുൻപ് ദൈവത്തിന്റെ കൈ. Even if you think that it is beyond my reach, I cannot reach it, it is lost, I have no access to it, but it is not beyond the reach of the hands of God. He will reach out to that problem. He will hold it in his hands and he will make it lively again. കർത്താവ് സംസാരിച്ചാൽ പലതും സംഭവിക്കും. If God speaks, many things will happen. അവന്റെ വാക്കിന് അധികാരമുണ്ട്. There is authority in his words. അവന്റെ വചനത്തിന് അധികാരമുണ്ട്. There is authority in the word of God. അവൻ സംസാരിച്ച തിരികെ കൊണ്ടുവരുവാൻ കഴിയാത്ത ഒരു സാഹചര്യവും എൻ്റെ ദൈവത്തിനില്ല. There is no situation that God cannot bring back, that God cannot restore by the power of his word. വിശ്വസിക്കാമോ? How many of you believe this? ഇപ്പോഴത്തെ വിഷയം നിങ്ങൾ നോക്കണ്ട. തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്നവന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. You don't have to be bothered about the problem that is right in front of you. You are listening to the voice of the one who has the power to restore it, to bring it back in your life. കർത്താവ് സംസാരിക്കും കേട്ടോ.
God will speak to you. കർത്താവ് ഇടപെടും. God will deal with it. ഞാൻ പറഞ്ഞില്ലേ, ഈ ആത്മാവിനെ മടക്കി വരുത്താൻ കർത്താവിന് പറ്റുമെങ്കിലാണ് നഷ്ടപ്പെട്ട ആരോഗ്യം മടക്കി വരുത്താൻ, ജോലി മടക്കി വരുത്താൻ, കുടുംബ അന്തരീക്ഷം മടക്കി വരുത്താൻ. ഇവിടെ ഇരിക്കുന്ന ഗവൺമെന്റ് അധികാരിയുടെ കയ്യിരിക്കുന്ന നിന്റെ COS, നിങ്ങളുടെ PR മടക്കി വരുത്താൻ, ഭൂമി വിട്ടുപോയ ആത്മാവിനെ കൊണ്ടുവരുവാൻ അവന്റെ വാക്കിന് അധികാരമുണ്ടെങ്കിൽ ഈ മണ്ണിനകത്ത് കറങ്ങി നടക്കുന്ന നിന്റെ ചെറിയ വിഷയത്തെ മടക്കി വരുത്താൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന്. If he has the power to bring back the spirit that has left the body, that has left the world and return to the one who created, if he has the authority to bring back that spirit, how much easy it is for him to bring back your peace, bring back your health, bring back your COS, bring back your job. How much easy it is, how much a small job it is for the one who has this authority to bring you that deliverance that you are looking for. അതുകൊണ്ട് നിങ്ങൾ നിയമങ്ങളും അതിന്റെ സംവിധാനങ്ങളൊന്നും ഇപ്പൊ നോക്കണ്ട, കർത്താവ് സംസാരിക്കുന്നു എന്ന് നോക്കിയാൽ മതി. So you don't have to look into the laws and all those rumors going around, all those discussions going around. You just have to listen to the voice of the Lord. Praise the Lord. Hallelujah. കർത്താവ് സംസാരിക്കുമോ? Will God speak for us? നമുക്ക് വേണ്ടി സംസാരിക്കും. He will speak for us. ശ്രദ്ധിച്ചേ. അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ, ഇറിവേഴ്സിബിൾ ആയി കർത്താവ് സംസാരിച്ച തിരിച്ചു വരാത്ത ഒന്നുമില്ല. There is no situation that is irreversible when Jesus speaks. ഇതെല്ലാം കൂടെ പറയണമെങ്കിൽ കഴിഞ്ഞ ആഴ്ച കുറച്ച് പ്രയാസമുണ്ട്. ഈ പ്രസംഗവും വിടുതലൊക്കെ ഉള്ളത്. പക്ഷേ 1 മണിയാകുമ്പോഴത്തേക്ക് എവിടെയൊന്നും ഒരു പോരാട്ടമായിട്ട് ഓറ് വഴി വരുന്നുണ്ട്. അതുകൊണ്ട് അതിന് മുന്നേ നിർത്താനുള്ള തത്രപ്പാടിലാണ് ഞാൻ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച്, അവൻ കർത്താവ് സംസാരിക്കും കേട്ടോ, കർത്താവ് സംസാരിക്കും. ഒന്ന് രണ്ട് കാര്യം ഒന്ന് പറ, ഇതൊന്ന് ഉറപ്പിക്കാനായിട്ട്. To establish what we were just discussing, to solidify this, we are going to mention few more things. ഏറ്റവും അറിയുന്ന കാര്യം, ലാസറിനെ കർത്താവ് എന്ത് ചെയ്തു? പുറത്ത് 4 ദിവസം നാറ്റം വെച്ച് ഒരിക്കലും തിരിച്ചു വരുന്ന വിഷയമാണോ? എല്ലാവരും അനുശോചനം പറഞ്ഞു. ഈ സഹോദരൻ നമുക്ക് എന്ത് ചെയ്യും? കർത്താവ് വരുമ്പോൾ നമ്മൾ ഇന്നത്തെ ഭാഷ പറഞ്ഞ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മുന്നേ ഉയർക്കും. അന്നേരം നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിന്ന് വാങ്ങിപ്പോരെല്ലാം എന്ത് ചെയ്യാം? കാണാം. ആരെങ്കിലും പറയോ ഇന്ന് കാണാമെന്ന്? പറയത്തില്ല. കാരണം സ്തോത്രം ഹല്ലേലൂയ. ഇതിനെ ഞാൻ ആ ഭാഗത്ത് നിന്ന് വിടുകയാണ്. ശ്രദ്ധിച്ചാട്ട്. എന്നാൽ നാറ്റം വെച്ചു 4 ദിവസമായി ശരീരം അഴുകി ദുർഗന്ധമായ സാഹചര്യത്തിലോട്ട് ചെന്നിട്ട് യേശു കർത്താവ് എന്ത് ചെയ്തു? നമുക്കെന്നാ ഈ കല്ലറയുടെ വാതിക്ക് ഒരു 21 days ഫാസ്റ്റിങ് വെച്ചോ. 3 days എങ്കിലും കുറഞ്ഞ് എന്ത് ചെയ്യണമായിരുന്നു? ഒരു വാസപ്രാർത്ഥനയൊന്നും വെച്ചില്ല. അങ്ങോട്ട് ചെന്നിട്ട് ആകപ്പാട് അന്തരീക്ഷം വല്ലാതിരിക്കുകയാണ്. ഒത്തിരി ഒന്നും പറഞ്ഞില്ല. ലാസറേ പുറത്തോ, ഈ അപ്പുറത്ത് നിന്ന് വിളിക്കത്തില്ലേ അല്ലേ? ഫെയ്ത്ത് ബ്രദർ ഇങ്ങ് വരാൻ ഇങ്ങ് പറയുന്ന പോലെ, കണ്ണുകൊണ്ട് കാണുന്ന ദൂരത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ, കൂട്ടുകാരനെ വിളിക്കുന്ന പോലെ 4 ദിവസമായിട്ട് അഴുകി കിടന്നതിന് മുൻപിലോട്ട് തൊട്ട് ലാസറേ എന്നിട്ട് തൊട്ട് അപ്പുറത്ത് നിൽക്കുക, ഇങ്ങ് പോരാൻ. കർത്താവ് ഒറ്റ വിളി അങ്ങ് വിളിച്ചു. ഇവിടെ ആത്മാവോട് പോയിട്ട് കുറച്ച് മണിക്കൂറായതേ ഉള്ളൂ. ഇത് 4 ദിവസമായി നാറ്റം വെച്ച് കിടക്കുകയാ. പക്ഷെ കർത്താവ് അങ്ങോട്ട് എന്നിട്ട് സ്തോത്രം ഒറ്റ വിളി, ലാസറേ. റിവേഴ്സിബിൾ ആയോ? തിരിഞ്ഞു വന്നോ? അന്തരീക്ഷം മടങ്ങി വന്നോ? ഇതൊക്കെ എഴുതി വെച്ച് എന്തിനാണെന്നറിയാമോ? നിന്റെ ആ സിറ്റുവേഷനകത്തോട് ഈ വിഷയത്തെ, ഈ വചനത്തെ അങ്ങോട്ട് വിടണം. നീ അങ്ങോട്ട് മാറി നിന്നിട്ട് കർത്താവ് സംസാരിക്കണം, വചനം അങ്ങോട്ട് സംസാരിക്കണം. നഷ്ടപ്പെട്ടത് മുഴുവൻ നഷ്ടപ്പെട്ടതിനേക്കാൾ ലാസർ മരിച്ചത് രോഗം നിമിത്തം തിരിച്ചു വന്നപ്പോ എന്ത് ചെയ്തു? പുറത്തു വന്നിട്ട് പിന്നെ അടുത്ത സ്പെഷ്യൽ ഹോസ്പിറ്റലിലെങ്ങാനും പോയോ? തിരിച്ചു വന്നപ്പോഴത്തേക്ക് സൗഖ്യത്തോടെ എന്ത് ചെയ്ത്?
ഇട്ടത് രോഗത്തോടെയായിരുന്നു. പക്ഷെ എങ്കിൽ പുറത്തു വന്നപ്പോഴത്തേക്ക് എല്ലാവിധമായ വിടുതലോട് നാറ്റമില്ലാത്ത, പുഴുക്കളില്ലാത്ത, അഴുകാത്ത, ഇട്ടപ്പോൾ നഷ്ടപ്പെട്ടതിനേക്കാൾ ബലത്തോട് ദൈവം സംസാരിച്ചപ്പോൾ അത് തിരിച്ചു വന്നെങ്കിൽ ഇന്ന് പകരക്കാൽ ആത്മാവിൽ ദൂത് പറയട്ടെ, കുഞ്ഞേ, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ ഭാവിയെ നോക്കി ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ നഷ്ടപ്പെട്ടതിനേക്കാൾ മാന്യതയോടുകൂടി, ശ്രേഷ്ഠതയോടുകൂടി അത് മടക്കി തരാൻ ദൈവം വിശ്വസ്തനാണെന്ന്. Hallelujah. You know the case of Lazarus. Lazarus was dead, and he was dead for 4 days. And when Jesus was coming his tomb, he was stinking. His body started to decay. His body was stinking. And Hallelujah. Jesus did not say that we will organize a fasting prayer. We'll organize a 21-day fasting prayer, a 3-day fasting. He did not do any of those things. He did not make much noise. He did not make a drama. He just called him out of the tomb. He just called him out gently. Jesus. Lazarus, come out. Just like he was alive, sitting there alive. Just like that, he called him out. Lazarus, come out. And when Lazarus came out, look at him. His decayed body, the body that was stinking, it is not decayed anymore. He didn't had to be taken to a hospital to be treated. After the life came back to him, his body was rejuvenated. Everything, the flesh, the youthfulness, everything returned to him. That is how God works. In the case of Lazarus, you can see that his body, his spirit left his body, and it has been 4 days. Unlike the case of the daughter of Jairus, where the spirit left and immediately Jesus came. But even if there has been a delay, there was much more time. Even if it was delayed, the deliverance was delayed. The God is powerful enough. The God to whom you give this control of the problems, He is powerful enough to resurrect it and return it back to you. മടക്കി വരുത്തും. He will bring it back. നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ. How many of you believe നിങ്ങൾ this? പറഞ്ഞാൽ ദൈവത്തിന് മാത്രമേ ചിലത് മടക്കി വരുത്താൻ പറ്റത്തുള്ളൂ. In short, only God Himself can restore certain things in your life. നയനിലെ വിധവ, The widow in 9, മകൻ മരിച്ചുപോയി, the son was dead, മഞ്ചത്തെ തൊട്ടു. മകനെ ദൈവം മടക്കി വരുത്തി. but God restored her son. കാറ്റും തിരമാലകളും എല്ലാം പടകിന് നേരെ ആഞ്ഞടിച്ചു. കർത്താവ് എന്ത് ചെയ്തു? കാറ്റേ അടങ്ങ, കടലെ ശാന്തമാക. വാക്കിന് മുൻപിൽ ആ വിഷയം അവിടെ അവസാനിച്ചു. The storm, the waves were coming against the boat, but Jesus looked at the storm, looked at the waves, and commanded and restored the peace on the ocean. അപ്രതിസന്ധി, അപകടം പെട്ടെന്നാണ് അത് തിരിച്ച് അവർ മാറിപ്പോയത്. The problem, the problem that they had, it was overturned immediately. At the snap of the finger, everything changed. പിറവിയിലെ കുരുടനായ മനുഷ്യൻ, The one who was blind by birth, ലൈഫ് ലോങ് പ്രതിസന്ധിയായിരുന്നു. it was a limitation that he had for his entire life. പക്ഷെ അത് തിരിച്ചു വരുത്തിയില്ലേ? But didn't God overturn his situation? അവൻ കർത്താവ് സംസാരിച്ചാൽ, If God speaks, കർത്താവ് പിടിച്ചാൽ, if God hold you, റിവേഴ്സബിൾ ആകും കേട്ടോ. it is reversible. തിരിച്ചു വരും. It will return. പകലക്കാലം ചില കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. കർത്താവ് തിരിക്കാൻ പോകുകയാണ് അന്തരീക്ഷത്തെ. തിരിക്കുന്നത് പോലെ ചില അന്തരീക്ഷത്തിന്റെ സന്തോഷത്തിന്റെ കാലം കഴിഞ്ഞെന്ന് പറയുന്ന, സ്വസ്ഥതയുടെ കാലം കഴിഞ്ഞെന്ന് പറയുന്ന നിന്റെ ഭവനത്തെ നോക്കി ആത്മാവിന്റെ പകൽ ഇല്ല, കഴിഞ്ഞിട്ടില്ല. ദൈവം ചിലരോട് കൽപ്പിക്കാൻ പോകുന്നു. സ്വസ്ഥതയുടെ, സമാധാനത്തിന്റെ, ദൈവപ്രവർത്തനത്തിന്റെ കാലഘട്ടം നിന്റെ ഭവനത്തിനകത്ത് മടക്കി തരുവാൻ ദൈവത്തിന്റെ ആത്മാവ് എവിടെയൊക്കെയോ കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ട്. ഇവിടെ സഭ ഒരുമിച്ച് ദൂതിനകത്ത് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചു കഴിഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു കഴിഞ്ഞു. മടങ്ങി വരേണ്ടത്, നിന്റെ കരത്തിൽ വരേണ്ടത്, കുടുംബ അന്തരീക്ഷം മാറേണ്ടത്, എവിടെയാണോ സംസാരിക്കേണ്ടത്, ആരോടാണോ സംസാരിക്കേണ്ടത്, അവിടോട്ട് ദൈവത്തിന്റെ കൽപ്പന ഇന്ന് പകലക്കാലം അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
Today, as you listen to the word of God, as we listen to this word of God, Holy Spirit is commanding to some of the families here. Holy Spirit is commanding to some of the families here to restore the relationships, to restore the problems, to restore all the peace that you have lost, to restore everything that you thought is over. God is restoring it. Holy Spirit, we are not saying that Holy Spirit will command. We are declaring that Holy Spirit is commanding right now as we speak. Holy Spirit has already commanded to some people. Hallelujah. To whom it should be said, to whom it should be commanded, which person should be intervened. Holy Spirit is doing right exactly to those people today as we listen to this word of God. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? How many of നമ്മൾ you ഇവിടെ believe? ഇരുന്നാ മതി, കർത്താവ് ബാക്കി കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. We just have to be here, committed to the word of God, but God is doing mighty things in another realm for us. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. There is one more thing that we need to be careful. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള വിടുതൽ മാത്രമല്ല, ചിലത് ഗ്രാജുവൽ ആയിട്ടായിരിക്കും ചില വിടുതൽ കർത്താവ് ചെയ്യുന്നത്. It is not just that instant deliverance is happening. God will also do certain gradual, progressive deliverance. അവൻ കർത്താവ് ഒരു കുരുടനെ സൗഖ്യമാക്കി അറിയാം. ആദ്യം എന്ത് ചെയ്തു? അവനോട് ചോദിച്ചാൽ പറഞ്ഞു, അവൻ മനുഷ്യരെല്ലാം മരങ്ങൾ നടക്കുന്ന പോലെ ആണെന്ന് പറഞ്ഞു. ഒന്നുകൂടെ കർത്താവ് എന്ത് ചെയ്തു? ഒന്ന് തൊട്ടു. ഇപ്പോൾ എന്ത് ചെയ്തു? ചില കാര്യങ്ങൾ അങ്ങനെ കർത്താവ് എന്ത് ചെയ്യും. You can see how Jesus healed the blind man. Initially, he was not able to see clearly, but then later on, he was able to see clearly. So we can see that God works in stages at times. നമ്മൾ ചില സമയത്ത് ഒരു പൂർണ്ണമായ ഒരു നമ്മുടെ ഭാവിയെ പറ്റിയാണ്, നാളെ പറ്റിയാണ് നമുക്ക് തന്നെ ഒരു വ്യക്തതയില്ല. ചില കാര്യത്തിന് അത് എന്ത് ചെയ്യണം, നിൽക്കണോ, പോകണോ, കണ്ടിന്യൂ ചെയ്യണോ, നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ക്ലാരിറ്റി ഇല്ലാത്ത വിഷയങ്ങളുണ്ട്. പ്രിയരെ, അതും ദൈവാത്മാവിന്റെ പ്രോസസ്സിങ്ങിലൂടെയാണ് നടക്കുന്നത്. ചിലത് ഘട്ടം ഘട്ടമായിട്ടേ കർത്താവ് ചെയ്യത്തുള്ളൂ. Many a times in our life, we may be confused. We may not have that clarity. We may not see everything clearly. Where we should go? Should we stay here? What is my future? What kind of job I should? What education? We do not have clarity. But remember, even in those confusions, even in those lack of clarity, God is leading us. That is also part of the progressive deliverance that God is giving to you. ക്ലാരിറ്റി ദൈവം നിങ്ങളുടെ വിഷയത്തിൽ നൽകി തരും. God will give you clear sense of clarity. 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി നമുക്കറിയാം. We know the case of 10 lepers who were healed. അവരോട് എന്താ പറയുക? പെട്ടെന്ന് ഇൻസ്റ്റന്റ് ഹീലിംഗ് ആയിരുന്നു. Was that an instant healing? അല്ല, അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി എന്ത് ചെയ്യണം? പുരോഹിതന്മാരൊക്കെ കാണിക്കാൻ പറഞ്ഞ പോകുന്ന വഴിയിലാണ് എന്ത് ചെയ്തത്? സൗഖ്യമായത്. And Jesus told them to go and show themselves to the priest. And while they were going, they were healed. നമ്മളോട് പറയുന്നത് പോലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. Listen carefully. We do everything the way it was instructed to us. പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ആരാധിക്കുന്നു. നമ്മളെ അറിവിൽ ചെയ്യേണ്ടതല്ല നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തുള്ള വിടുതൽ കാണാതെ പോകാറുണ്ട്. We pray when we are supposed to pray. We do the fasting. We do the meditating of the word of God. We do everything as instructed. But many at times we do not see the deliverances at those moments in which we expect. ശ്രദ്ധിച്ചാട്ടെ, ചില കാര്യങ്ങൾ വിശ്വാസത്തോടെ ദൂതനെ വചനത്തെയൊക്കെ അനുസരിച്ച് നമ്മൾ ഈ മുൻപോട്ട് പോകുന്ന വഴിയിലാണ് പ്രതീക്ഷിക്കാത്ത പല ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നത്. Listen carefully. Certain things, when we have faith, when we believe in the word of God, and when we take steps and move forward, during that journey, in the process of that journey, it is at that time we receive the deliverances. പത്രോസ് അല്ലെ അപ്പോസ്തലന്മാർ ഇവരൊക്കെ പെട്ടെന്ന് ശുശ്രൂഷക്കാർ ലീഡേഴ്സ് ആയവരല്ല. Think of Peter the apostle. He did not become a leader all of a sudden. ട്രാൻസ്ഫോർമേഷൻ പെട്ടെന്ന് സംഭവിച്ചതല്ല. The transformation was not an immediate. അവർ സംശയിച്ചിട്ടുണ്ട്, തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, അകന്ന് പോയിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന്റെ കറക്ഷൻസ്, ദൈവത്തിന്റെ ബുദ്ധിയുപദേശം, അവരുടെ എക്സ്പീരിയൻസിലൂടെ കർത്താവ് അവരെ സ്വതന്ത്രം ശക്തരാക്കുകയായിരുന്നു.
Peter doubted Jesus. Peter even rejected Jesus. Peter even was not faithful at times, but through all those journey, God was strengthening and preparing him. ഒരു മിസ്റ്റേക്ക് ജീവിതത്തിൽ സംഭവിച്ചാൽ ഒരിക്കലും വിചാരിക്കരുത് അതോടുകൂടെ ഫെയിലിയർ ആയി ആരും വിചാരിക്കരുത്. If a mistake happens in your life, you should not come to a conclusion that I have become a failure. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ റിഗ്രറ്റ് ചെയ്യാറുണ്ട്, സംഭവിച്ചു പോയല്ലോ, ചെയ്തു പോയല്ലോ, പറഞ്ഞു പോയല്ലോ, ഇതും കൊണ്ട് ഇങ്ങനെ ഇരിക്കരുത്. Many a times we regret the fact that I have done like that, I have said like that, but you should not stay in that regret forever. നമ്മുടെ പരാജയങ്ങൾ ഒരു അവസാനമല്ല പ്രിയരേ. Our failures are not an end. അതിന്റെ അകത്തും ദൈവത്തിന്റെ കാര്യപരിപാടികളുണ്ട്. Even within that, God has certain purposes to fulfill. നമ്മൾ കാത്തിരിക്കുന്നത് ഒരിക്കലും നമ്മുടെ ടൈം വേസ്റ്റ് ആക്കുകയല്ല. The waiting that we have, even if it's a long waiting, it is not wasting of our time. പെട്ടെന്നുള്ള വിടുതലുകൾ വിളിച്ചറിയുന്ന സത്യമുണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. The sudden deliverances, the immediate deliverances will show us, it will demonstrate to us that nothing is impossible for God. ഗ്രാജുവൽ ആയിട്ടുള്ള വിടുതലുകളുണ്ട്. There are gradual deliverances. അത് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, വളർച്ചയ്ക്ക് സമയം ആവശ്യമാണ്. It reminds us that growth requires time. അപ്പോൾ തന്നെ കാലതാമസം വരുന്ന നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ചില സംഭവങ്ങൾ കാണാറുണ്ട്. At the same time, we can see certain things that takes lot of time. There are delays and setbacks. ഈ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ടൈമിങ്ങും ദൈവത്തിന്റെ പർപ്പസ് നിങ്ങൾ അറിയുവാൻ ചിലത് കർത്താവ് കാലതാമസം വെക്കുകയായി. And God is delaying certain things so that you will realize God's timing and God's purpose in your life. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഭാരപ്പെട്ടു പോകും. If we do not realize these three things, we will be burdened by the lack of deliverance. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ട്. There is instant change. ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ട്. There is gradual change. ചില കാലതാമസം വന്നിട്ട് പണിതെടുക്കുന്ന അവസ്ഥകളുണ്ട്. And there are changes that happens after delays and setbacks. ദൈവത്തിന്റെ പദ്ധതികൾ തിരിച്ചറിഞ്ഞു പോകേണ്ട സമയമാകുമ്പോൾ ചില വഴി ദൈവം അടച്ചങ്ങ് വെക്കും. When it is time that you should realize the purpose and plan of God, God himself will block certain path right in front of you. കാരണം ദൈവം ആഗ്രഹിക്കുന്ന മഹത്വമുള്ള ദൈവിക പദ്ധതിയുടെ വെളിപ്പാട് കിട്ടണമെങ്കിൽ മുൻപും പിൻപും അടച്ച് ചില സമയങ്ങൾ ഇരുത്തും. അവിടെയാണ് കരയുകയും പ്രാർത്ഥിക്കുകയും ദൈവമുഖം അന്വേഷിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ചിന്തിക്കാത്ത മറ്റൊരു ഡൈമെൻഷൻ, നമ്മൾ ചിന്തിക്കാത്ത മറ്റൊരു തലം ദൈവം മറച്ചു വെച്ചത് വെളിപ്പെട്ട് കിട്ടാൻ ചിലത് കർത്താവ് Because when situation comes in such a way that you should realize the purpose of God in your life, God will block your friend, God will block your rear, God will block all the ways in such a way that you will depend on God, you will lean onto God, and you will start realizing the purposes behind it. So listen carefully, God will restore. It might be instant, it might be gradual, it might be with some delays. But there is one thing that is certain. God will hold your hand and God will speak to you. Let's close our eyes in prayer. Let's all pray together. നിങ്ങളുടെ ഒരു വർഷ ഭാവിയാണ്, ഏത് വിഷയമാണെങ്കിലും കർത്താവ് കരം പിടിക്കേണ്ടതും കർത്താവ് സംസാരിക്കേണ്ട ആ വിഷയത്തെ ഇവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചേ. It might be about your future, it might be any matter that you are bothered about, that God needs to hold his hand, hold this problem in his hand. While you are sitting here, please surrender that to the presence of God and let us pray together. അവരുടെ ആത്മാവ് മടങ്ങി വന്നത് രഹസ്യമായിട്ടല്ല, അത് കൂടുന്നവർ മുഴുവൻ സാക്ഷ്യം വഹിച്ച് എവിഡന്റ് ആയിട്ട് വെളിപ്പെട്ടു വന്നതുപോലെ ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു. ദൈവം സംസാരിച്ചതിന്റെ അടയാളം ദൈവസഭയ്ക്കകത്ത് സാക്ഷ്യമായി വെളിപ്പെടത്തക്ക രീതിയിൽ, നിന്റെ നാവ് കൊണ്ട് പറയത്തക്ക രീതിയിൽ ദൈവം അത്ഭുതം ചെയ്തു. സൗഖ്യമായ കുഷ്ഠരോഗി ഓടി വന്ന് പറഞ്ഞതുപോലെ, ഞങ്ങൾ ശുദ്ധരായെന്ന് പറഞ്ഞതുപോലെ ഞാൻ വിശ്വസിക്കുന്നു ദൈവസഭയ്ക്കകത്ത് ആ സാക്ഷ്യം മുഴങ്ങട്ടെ. ദൈവം ഏറ്റെടുത്തതിന്റെ, ദൈവം കൽപ്പിച്ചതിന്റെ, ദൈവം മടക്കി വരുത്തിയ ചിലതിന്ന് പകൽക്കാലം സഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരട്ടെ.
Just like how the spirit returned to the girl who was dead, that every single person witnessed it. Just like how the leper who was healed returned and gave the testimony that I am sanctified, I am clean now. Just like that, when God is going to restore certain things in your life, it will be evident. Everyone will witness. It will become a testimony here. ആമേൻ. സ്വതം സഭ കാണുക, നിന്നിച്ചവർ കാണുക, ആമേൻ. കുടുംബത്തിന്റെ അകത്ത് ആമേൻ ചിലത് എല്ലാവരും കണ്ണിയെടുത്ത് കാണിക്കേണ്ട എല്ലാ ജീവൻ വരുമ്പോൾ ജനം കാണും, ജനം അതിശയിക്കും. ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം എന്ന് പറയത്തക്ക നിലയിൽ അകന്നുപോയ ചിലതിനെ കർത്താവ് മടക്കി തരാൻ ഇന്ന് പകൽക്കാലം ഈ ദൂത ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. Holy Spirit is transferring this message to you, that in front of the church, in front of those who ridiculed you, those who neglected you, in front of them, right in front of them, God is powerful enough to restore the honor that you have lost, restore it to you. Holy Spirit will restore this to you. Holy Spirit is speaking to the church today. കർത്താവിനെ വിടുവിക്കേണ്ട വിഷയം അധിക നാള് ശത്രുവിന് തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. The matter that God has taken up in his hand, the one that God has planned a deliverance for, the Satan, the enemy cannot hold it back for long. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കർത്താവിന് കഴിയും. He is powerful enough to call things out of nothing, even as if it was already there. പ്രാർത്ഥിച്ചേ. Let's pray. ആമേൻ. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ഭവനത്തെ ഒക്കെ ഒന്ന് ഏൽപ്പിച്ചിട്ട് പ്രാർത്ഥി. കർത്താവെ, ഇന്ന വിഷയത്തെ കർത്താവെ അങ്ങ് കരം പിടിക്കണം, അങ്ങ് സംസാരിക്കണം. Let us surrender our family, certain situations in the family, and tell God, God, I want you to hold your hand on these matters. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. Do not be afraid. You just have to believe. മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. She is not dead. She is sleeping. അത് എഴുന്നേറ്റ് വരട്ടെ. Let it arise. Let it wake up. നഷ്ടപ്പെട്ട ആ സമാധാനം, സന്തോഷം, ശുശ്രൂഷകളെ ദൈവം മടക്കി തരും കേട്ടോ. ശുശ്രൂഷകളെ മടക്കി തരും. ആമേൻ. ആ ആത്മാവിന്റെ തീ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് ഇനിയും ഇല്ല എന്ന് പറയുന്നത് കർത്താവ് മടക്കി തരും. യേശുവിന്റെ നാമത്തിൽ വെളിപ്പാടുകൾ മടക്കി തരും. ശുശ്രൂഷകൾ, പ്രവചനങ്ങൾ മടക്കി തരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വസ്ഥത മടക്കി തരും. മടങ്ങി വരത്തുന്ന പറഞ്ഞതുപോലെ ചില നല്ല നാളുകൾ ദൈവം നിനക്ക് വേണ്ടി മടക്കി തരും. യേശുവിന്റെ അധികാരമുള്ള സ്വപ്നം കണ്ടവരെ പോലെ ആകത്തക്ക നിലയിലുള്ള ചില ദൈവ പ്രവർത്തികൾ കുഞ്ഞെ നിനക്ക് വേണ്ടി കർത്താവ് സംസാരിക്കുന്നപ്പോൾ നന്ദി പറഞ്ഞ്, കർത്താവേ, എനിക്ക് വേണ്ടി സംസാരിക്കുന്നതിനായി സ്തോത്രം. ആ വിഷയത്തോട്, ആ ഭാരത്തോട്, ആ പ്രതിസന്ധിയോട്, ആ മാനേജ്മെന്റിനോട്, ആ പേപ്പറിനോട് ദൈവം സംസാരിക്കട്ടെ. യേശുവിന്റെ നാമം വിശ്വസിച്ച് മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എഴുന്നേൽക്കും. നിന്റെ കണ്ണുകൊണ്ട് നീ വീണ്ടും കാണും. നിന്റെ കരത്തിനകത്ത് അത് വീണ്ടും ഏറ്റെടുക്കും. നിന്റെ നാവിലൂടെ അത് പുറത്തു വരും. നീ ചിലതൂടെ അനുഭവിക്കുമെന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവ് സംസാരിക്കട്ടെ. Holy Spirit is restoring certain things in your life today. As we pray, as we meditate, Holy Spirit is restoring certain prophecy, prophetic ministry. Holy Spirit is restoring certain visions. Holy Spirit is restoring certain ministry in your life. The thing that you thought is over, it is not dead. It has been sleeping, and Holy Spirit is commanding over it. Holy Spirit is commanding over it to be restored in your life. അവൻ ജനം മുഴുവൻ വിളിച്ചു പറഞ്ഞവർക്ക് അവൻ സ്തോത്രം ഭക്ഷിപ്പാൻ ഇറച്ചി വേണം. അവൻ അസാധ്യമാണ്. കർത്താവ് ഒരു കിഴക്കൻ കാറ്റിനോട് കൽപ്പിച്ചു. ആ കാറ്റ് കൊണ്ടുവന്ന രീതി കൂടാരത്തിന് മുൻപിൽ
കൈകൊണ്ട് എടുക്കത്തക്ക രീതിയിൽ അതിനെ പറത്തി നിർത്തും. ചിറകൊണ്ട് അടിച്ചു പോകാൻ തടസ്സമില്ല. തുറന്നു കിടക്കുന്ന സ്ഥലം, അന്തരീക്ഷം. പക്ഷെങ്കിൽ കർത്താവ് സെറ്റ് ചെയ്താൽ സ്തോത്രം, നിന്റെ മുമ്പിൽ ഇത് പറന്ന് നിൽക്കും. അതിന് പോകാൻ പറ്റത്തില്ല. നിന്റെ കൈ അതിനെ പിടിക്കുന്നിടം വരെ നിന്റെ മുമ്പിൽ പറത്തി കൊണ്ടുവരുവാൻ കാറ്റിനോട് കൽപ്പിച്ചാൽ അത് അങ്ങനെ ചെയ്യുമെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്. എവിടെ നിന്നാണെന്നോ എങ്ങനെയാണുള്ള വിഷയം, അവന് കരയാനോ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവത്താൽ കൽപ്പിക്കപ്പെട്ട ചിലത് നിന്റെ മുൻപിൽ നിന്റെ അതിര് വിട്ടു പോകാതെ, നിന്നെ മറന്നു പോകാതെ, നിന്റെ കരത്തിന്ന് വഴുതി പോകാതെ നിന്റെ മുൻപിൽ കൊണ്ടത്തരാൻ യേശുവിന്റെ നാമത്തിൽ വഴി നീ അന്വേഷിക്കേണ്ട. വഴി കർത്താവ് വെട്ടിയിട്ടിട്ടുണ്ടെന്ന്. ആകാശത്തെ മിന്നലിന് വഴിയൊരുക്കുന്ന കർത്താവ് നിന്റെ കൂടാരത്തിൽ, നിന്റെ ഭവനത്തിൽ വന്നു കയറേണ്ടതിന് കർത്താവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഇന്ന് ആത്മാവ് ദൂത് പറയുകയാ. യേശുവിന്റെ നാമത്തിൽ ചിലതിനോട് കൽപ്പിക്കുകയാണ്. കൂടാരത്തിന് മുൻപിൽ ആ നന്മയുടെ അല്ലെങ്കിൽ കാടകൾ പറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹടകം ധവരം ധവരം ധവനം ഹടക രഗജ വനജ രഗനെ. നിന്റെ ചോദ്യത്തിന്റെ മറുപടി, നിന്റെ കണ്ണുനീരിന്റെ മറുപടി, നിന്റെ ഉപവാസത്തിന്റെ മറുപടി ദൈവം കൽപ്പിക്കുകയാണ്. നിങ്ങളുടെ കരം ഒന്ന് ഉയർത്തിക്കേ. ഈ കരത്ത് ഞാൻ പ്രാപിച്ചു പറഞ്ഞ് എന്റെ കരത്തിന്റെ അകത്ത് എല്ലാരും കരം ഒന്ന് ഉയർത്തി പിടിച്ചൊരു നിമിഷം. Let's all lift our hands. എല്ലാരും കരം ഒന്ന് ഉയർത്തി പിടിച്ചേ. വാക്തത്വങ്ങളെ എത്തിപ്പിടിക്കും. കർത്താവ് അയച്ചത് ഈ കരത്തിനകത്ത് കർത്താവ് നൽകി തരും. വിശ്വാസത്താവ് അങ്ങ് കൽപ്പിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് കൽപ്പിക്കുന്നതിനായി സ്തോത്രം. അത് നന്മയായി ഭവിക്കട്ടെ. അവൻ അകന്നു പോയതിനെ, അവൻ പറന്നു പോയതിനെ, നഷ്ടമെന്ന് വിചാരിച്ചത് യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ കരത്തിൽ മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ദേശത്തെ നോക്കി ആത്മാവിൽ കൽപ്പിക്കുന്നു. അവൻ ഈ ജനത്തിന് മേൽ മടങ്ങി വരട്ടെ. ദൈവത്താൽ അയക്കപ്പെട്ട ദൈവിക വിടുതലുകൾ. അപ്പൊ അയാൾ വിശ്വാസത്താൽ അത് ഏറ്റുവാങ്ങും. ചിലത് മടങ്ങി വന്നിരിക്കാൻ സ്തോത്രം. കർത്താവ് പിടിച്ചിരിക്കാൻ സ്തോത്രം. കർത്താവ് കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ